എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വേറെ ഒന്നുമല്ല, ചെറിയൊരു കുക്കിംഗ്. എല്ലാവർക്കും വെജിറ്റബിൾ കഴിക്കാൻ, എല്ലാവർക്കും എന്ന് പറയാനില്ല, എനിക്ക് എന്നെ പോലുള്ള ആൾക്കാർക്ക് വെജിറ്റബിൾ കഴിക്കാൻ. അപ്പോൾ ചിലവർ എന്നെ പോലുള്ള ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഐഡിയ, അതിൻ്റെ ഒരു ഐഡിയ ആണ്. നമ്മൾ നോൺ വെജിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മുട്ട വറുക്കായാലും അതുപോലെ മീറ്റ് ഉണ്ടാക്കായാലും അതിൻ്റെ കൂടെയൊക്കെ ചെറുതായിട്ട് നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയുക, മടി വരില്ല നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഷോർട്ടായിട്ട്. ഇതൊക്കെ സിമ്പിളാണ്, അത് കാരണമാണ് കൂടുതൽ വലിയ വീഡിയോ ആക്കി ഇടാത്തത്. സവോള വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ ബ്രോക്കോളി ഉണ്ട്. അത് നല്ലൊരു ഐറ്റമാണ് വെജിറ്റബിളിൽ. പിന്നെ ക്യാരറ്റ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, വളരെ നൈസായിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന വിധം ജസ്റ്റ് ഷോർട്ടായിട്ട് കാണിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു, ബൈ. അപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റും. സവോള ഒക്കെ സ്ലൈസായിട്ട് അരിഞ്ഞാൽ അത്രയ്ക്കും നല്ലത്. ഞാൻ ധൃതി പിടിച്ച് അരിഞ്ഞാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. 4 മുട്ട വേണം കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് നമുക്ക് 2 ലെയറായിട്ട് ഇടേണ്ട സാധനമാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ മുട്ട വേണം. 4 കൂടുതലായാൽ അതിലും നല്ലത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക, വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ അത് ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിന് മേലെയാണ് ഞാൻ സവോളയൊക്കെ ഇടുന്നത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടമാനം വെജിറ്റബിൾ കനം കൂടി കഴിഞ്ഞാൽ തിരിച്ച് മറച്ചിടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും, പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം സ്ലൈസായിട്ട് നുറുക്കുക, അരിയുക. അതേപോലെ ഒരുപാട് ഹെവി ആയിട്ട് വെജിറ്റബിൾ ഇടാതിരിക്കുക. ഞാനിപ്പോൾ ഇത് ഹെവി ആയിട്ട് ഇട്ടിരിക്കണേ, അപ്പോൾ എനിക്ക് മറിച്ചപ്പോൾ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി മറിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മളിതൊക്കെ ഇങ്ങനെ വിതറി സ്പ്രെഡ് ചെയ്തിടുക നന്നായിട്ട്. ക്യാരറ്റൊക്കെ ഭയങ്കര സ്ലൈസായിട്ട് അരിഞ്ഞേക്കണേ, കാരണം അത് വേവാനായിട്ടാണ്, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും വേവാനായിട്ട്. അപ്പോൾ മാക്സിമം സ്ലൈസായിട്ട് അരിയുന്നു അത്രയും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ അതിലിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് അതിന് മേലെ കുറച്ച് ഉപ്പ് വിതറിയിടുക. നന്നായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഉപ്പ് വേണ്ട ആവശ്യമുള്ള ആളുകൾ അത്യാവശ്യം നിങ്ങൾ നോക്കിയിട്ട് ഇടുക. അതുപോലെ ഞാൻ മുളക് ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നത് മാത്രം. ഓക്കെ, പിന്നെ ഉപ്പ് അത്യാവശ്യത്തിന് ഇടുക. ഇത് കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോകും. അതായത് മുട്ടയുടെ ഓംലേറ്റിൻ്റെ അടിവശം നന്നായി കരിഞ്ഞു പോകും. അപ്പോൾ നന്നായി തന്നെ കുറച്ചിടുന്ന 1-ലോ 2-ലോ ഇട്ടാലും മതിയാവും. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഇതിന് മേലെ ഒഴിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെയർ ഒഴിക്കുമ്പോൾ നമ്മൾ മുട്ട കുറഞ്ഞു പോയി, അപ്പോൾ മുട്ട കൂടുതൽ വേണം. അപ്പോൾ അത് 4 മുട്ട പോരാ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പച്ചക്കറി അത് ഒത്തിരി കൂടുതലായതുകൊണ്ട് അപ്പോൾ 4 മുട്ട പോരാ. അപ്പോൾ അതിന് ഒരു മുട്ട 1-2 മുട്ട കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. അതിന് മേലെ ശരിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധം ഒഴിച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം അതൊക്കെ അങ്ങനെ പരത്തി ക്ലിയറാക്കി വയ്ക്കുക, എല്ലായിടത്തേക്കും ക്ലിയറാക്കി വയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഇത് ഇത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ തന്നെ മേലെ നമുക്ക് അടച്ചു വയ്ക്കുക. മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് നന്നായി തന്നെ ലോ ഫ്ലെയിമിലിടുക. അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മറിച്ചിടാവുന്നതാണ്. മറിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറിച്ചിട്ടപ്പോൾ ചെറിയൊരു പൊട്ടൽ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചു. അതങ്ങനെ ഉണ്ടാവും, കാരണം എൻ്റെ വെജിറ്റബിൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടിപ്പോയി. അപ്പോൾ കനം കൂടി കാരണം കൊണ്ട് ആണ് സംഭവിച്ചത്. അപ്പോൾ അതിന് മേലെ ഞാനിപ്പോൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടു. ഇനിയിപ്പോൾ നമുക്കത് കഴിക്കാവുന്ന ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ
പ്ലീസ് ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ, സി യു, ബൈ.